ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു പുഡിങ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളെ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് കരിക്കാണ് കേട്ടോ വേണ്ടത്. നമ്മളെ ടെൻഡർ കോക്കനട്ട് ഉണ്ടല്ലോ, അപ്പോൾ ഇത് അത്യാവശ്യം വെള്ളമില്ല കരിക്ക തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 എടുത്തിട്ടുണ്ട്, എന്നാലേ നമുക്ക് കുറച്ചെങ്കിലും അതിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് പൊട്ടിച്ചൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക കേട്ടോ. ഒരു വെള്ളവും പൾപ്പെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് മെയിൻ വേണ്ടത് നമ്മളെ ഈ ഒരു വെള്ളമാണ്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മളെ വെള്ളം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2.5 കപ്പോളം വെള്ളം കിട്ടീന് കേട്ടോ അതിൽ നിന്ന്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ ഇതിൽ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ മധുരം നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പഞ്ചസാരയിലൊന്ന് അലിയിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മളെ ചൈന ഗ്രാസ് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് ഇതൊരു 25 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പകുതിയാക്കിയിട്ട് ഒരു 15 ഗ്രാമോളം ചൈന ഗ്രാസാണ് ഞാൻ ഈ ഒരു ടൈമിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടല്ലോ, ഫസ്റ്റ് 2 ലെയറായിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കേണ്ടത്. ഫസ്റ്റ് ഈ ഒരു വെള്ളം വെച്ചിട്ടും പിന്നെ അതിൻ്റെ ആ ഒരു പൾപ്പ് വെച്ചിട്ടും റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നേർപകുതി നമ്മൾ 15 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇതിലേക്ക് വെള്ളമെല്ലാം ചേർത്ത് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഏകദേശം ഞാൻ ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മളെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയറിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഞാൻ ആ ഒരു കരിക്കിൻ്റെ വെള്ളമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് തിളക്കുന്ന ടൈമിൽ തന്നെ നമ്മളെ അപ്പുറത്തെ സൈഡിൽ നമ്മളെ ചൈന ഗ്രാസും ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ തന്നെ ആവുകയും ചെയ്യും. പിന്നെ ചില ആൾക്കാരെല്ലാം ചൈന ഗ്രാസ് ഇതിൽ തന്നെ നേരിട്ട് ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. പക്ഷേ അതിനേക്കാളും നല്ലത് ഇങ്ങനെ സെപ്പറേറ്റ് തന്നെ ഒന്ന് അലിയിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ തന്നെ നമ്മൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് രണ്ടും ഒരേ ടൈമിൽ തന്നെ ഒന്ന് സെറ്റായി വരത്ത്. അപ്പോൾ ചൈന ഗ്രാസും ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പം തന്നെ മൊത്തത്തിൽ അങ്ങ് മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ നമ്മളെ കരിക്കിൻ്റെ വെള്ളവും ഏകദേശം ഒന്ന് തിളക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പം തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചൈന ഗ്രാസും നല്ല പോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മിക്സും നമ്മളെ ആ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു നമ്മളെ കരിക്കിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നേരെ നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു മിക്സ് ഫുള്ളായിട്ടൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് സെറ്റാകാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വലിപ്പമില്ല പുഡിംഗ് ട്രേ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് വേറൊരു ട്രേയിലേക്കും കൂടി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം ചൈന ഗ്രാസ് എല്ലാം ചേർത്തിട്ട് ആക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലെന്തെങ്കിലും ഇതെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ കട്ട പോലെയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോകുമല്ലോ. അപ്പോൾ ആ ഒരു അരിപ്പയിൽ കണ്ടിട്ട് അപ്പോൾ അത്രത്തോളം ഇതിലങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം അരിച്ചിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് നല്ല ഗ്ലാസ് പോലെ തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് കിട്ടും. ഇനിയിപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഭയങ്കര കട്ടിയായിട്ടുള്ള ലെയർ വേണ്ട കേട്ടോ. നമുക്കൊരു നോർമലായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ലെയർ മാത്രം മതി.
അപ്പോൾ ഇത് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചു കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ പിന്നെ സെറ്റായി വരുന്ന ടൈമിൽ ബബിൾസ് എല്ലാം അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് പൊട്ടിച്ച് നല്ല സിമ്പിളായിട്ട് തന്നെ ആക്കി കൊടുക്കട്ടോ. ഇനിയിപ്പോൾ ഇതായിൽ നമ്മൾ ക്ലിംഗ് റാപ്പ് എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിലൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ലെയർ റെഡിയാക്കിയാൽ മതിയല്ല. അപ്പോൾ ഈ ഒരു സംഭവം ഫസ്റ്റ് തന്നെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മളെ പുഡിങ്ങിൻ്റെ ആ ഒരു ബേസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനിപ്പോൾ ഇതാ ഞാനൊരു കരിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പോൾ ഇതും അത്യാവശ്യം നല്ല പൾപ്പല്ലുള്ള ഒരു കരിക്ക് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു പുഡിങ്ങിൻ്റെ വേറൊരു ടൈപ്പ് പുഡിങ്ങും ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ അത്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടെല്ലാം ഒരുപാട് ആൾക്കാരെല്ലാം മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കരിക്ക് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വെള്ളവും കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കരിക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കണം കേട്ടോ. നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കരിക്കിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം ഈ ഒരു വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നോർമൽ കുറച്ച് നമ്മൾ നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി. പക്ഷേ ആ ഒരു കരിക്കിൻ്റെ വെള്ളത്തിൽ തന്നെ അരച്ച് കഴിഞ്ഞാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൽ. അപ്പോൾ അതും നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പുഡിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ഒരു 2.5 കപ്പോളം മിൽക്കാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏത് പുഡിങ്ങിനായാലും മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൽ. പക്ഷേ മിൽക്ക് മെയ്ഡ് എൻ്റെ കയ്യിൽ കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും പിന്നെ ബാക്കി നമ്മൾ ഷുഗർ പഞ്ചസാര എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ വേറൊരു പുഡിങ്ങും കൂടി ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ഒരു പുഡിങ്ങും. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരു ദിവസമാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. പിന്നെ ഞാൻ വീഡിയോ അതിൽ നല്ല ലെങ്ത് ആകുന്നതുകൊണ്ട് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് റെസിപ്പി ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ആ ഒരു റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടിട്ടൊന്ന് ട്രൈ ആക്കി നോക്കിക്കോ. നല്ല അടിപൊളിയാണ് കേട്ടോ അത്. നമ്മളെ പുഡിങ് കോമ്പറ്റീഷനെല്ലാം ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലും ചൈന ഗ്രാസ് വേണം കേട്ടോ. അപ്പോൾ നമ്മളെ മിൽക്കാട എല്ലാം ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ചൈന ഗ്രാസ് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇത് ഏകദേശം ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ആ ഒരു ബാക്കിയാണ് കേട്ടോ. ഒരു 15 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഗൾഫിലത്തെ ചൈന ഗ്രാസ് ആണ് കേട്ടോ. നാട്ടിലെ ചൈന ഗ്രാസ് ആണെങ്കിൽ നമ്മൾ ഏതിനും 10 ഗ്രാം ചൈന ഗ്രാസ് മതി കേട്ടോ. ഒരു 2.5 കപ്പ് പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ കണക്കായിട്ടുള്ളത്. പക്ഷേ ഗൾഫിലത്തേതാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മെൽറ്റാകുന്ന കുറച്ചൊരു നേരിയ ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 15 ഗ്രാം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ ഒരു ചൈന ഗ്രാസിൽ 1 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മെൽറ്റാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പാല് നേരെ നമ്മൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം പാല് നമ്മൾ ഓൾറെഡി മിൽക്ക് മെയ്ഡ് അന്നേരം തന്നെ ചേർത്തുകൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുഡിംഗ് എല്ലാം റെഡിയാക്കുന്ന ടൈമിലുണ്ടല്ലോ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കുക കേട്ടോ. കുറച്ച് അടികട്ടിയിലെ പാത്രം എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം പുഡിംഗ് പെട്ടെന്ന് അടുക്കി പിടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് മാക്സിമം ശ്രദ്ധിക്കാൻ. ഇനിയിപ്പോൾ നമ്മളെ ഈ ഒരു പാലിൻ്റെ മിക്സ് ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു തിളക്കുന്ന ടൈമിൽ തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മിക്സ് പെരുത്ത് പോകും കേട്ടോ നമ്മൾ ഈ പാല്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്ലെയിം നല്ല പോലെ കുറച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു മിക്സിയിൽ ചേർക്കേണ്ടത്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലങ്ങനെ സെറ്റായി വന്നോളും. ഇനിയിപ്പോൾ ഈ ഒരു ടൈമെല്ലാം ഫ്ലെയിം ഏകദേശം കുറച്ച് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റാക്കിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു നമ്മൾ ഈ ഒരു കരിക്കിൻ്റെ മിക്സിയിൽ ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ കൂടുതലായിട്ട് തിളപ്പിച്ച് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒരു തിള വരുമ്പം തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കുക കേട്ടോ. കൂടുതലായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മളിത് പുഡിങ്ങിൻ്റെ മിക്സ് മൊത്തത്തിൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ ആവും കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ.
ഇനിയിപ്പോൾ ഇത് ആ ഒരു മിക്സ് നല്ല പോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ ആ ഒരു മിക്സ്. കാരണം അത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയിലെ പരിപാടിയെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഓവറായിട്ട് തണുക്കേണ്ട, ഓവറായിട്ട് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റായി പോകും കേട്ടോ. അപ്പോൾ അത് സെറ്റാകാതെ തന്നെ കുറച്ചൊന്ന് മാക്സിമം നല്ല അത്യാവശ്യം നല്ല പോലെ തണുക്കണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് കൂളായി കിട്ടണം കേട്ടോ ആ ഒരു മിക്സ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സെറ്റാകാനായിട്ട് വിടാനേ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ച ആ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസ് ടൈപ്പ്. അപ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പം മാക്സിമം ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും സൽക്കാരമെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്ലാസ് ലെയർ ഇതുപോലെ തന്നെ സെറ്റാക്കിയിട്ട് നമ്മൾ ആ ഒരു കരിക്കിൻ്റെ ആ ഒരു പൾപ്പിൻ്റെ ചെറിയ ചെറിയ പോർഷൻസ് എല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്താലും നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ സൽക്കാരമെല്ലാം ഉണ്ടെങ്കിൽ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. കാരണം ഈ ഒരു ജെല്ലി പോലെ ആകുമ്പോൾ ഇതെന്താണെന്ന് പോലും ആൾക്കാർക്ക് മനസ്സിലാവില്ല. അത്രയും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനുണ്ടാവൽ. അപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസിൻ്റെ സംഭവമെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. നമ്മളെ പുഡിങ്ങിൻ്റെ 2 സ്റ്റെപ്പും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പുഡിങ് ബൗൾ എടുത്തിട്ട് നമ്മളെ പുഡിങ് ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ക്യൂബ്സ് എല്ലാം ഇതിൽ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് ഭാഗം ഒന്ന് മാറ്റി വെക്കുക, ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇത് നമ്മളെ പുഡിങ് ട്രേയിൽ മൊത്തത്തിൽ ഇങ്ങനെ നിരത്തിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് കാണാൻ കുറച്ചും കൂടി നല്ല ഉണ്ടാവൽ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മിക്സും ഇതിൽ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. മൊത്തത്തിൽ ഇങ്ങനെ ചെറുങ്ങനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്താ പറയുക, നല്ല സ്പീഡിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്യൂബ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചൂടോടെ ചേർത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്, നമ്മളിത് ചൂടോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്യൂബ്സ് എല്ലാം അങ്ങ് മെൽറ്റായി പോകും കേട്ടോ. മൊത്തത്തിൽ അങ്ങ് മെൽറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ക്യൂബ്സ് ഒന്നും ഇതിൽ കാണാനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അത്യാവശ്യം കുറച്ചൊന്ന് കൂളായതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒന്ന് സെറ്റാകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മിക്സ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ക്യൂബ്സ് എല്ലാം ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വേണം കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഏകദേശം ഒരു 1 കിലോ ഓവർനൈറ്റ് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നാലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കട്ടാക്കിയിട്ട് നല്ല ആ ഒരു ജെല്ലി ടൈപ്പെല്ലാം ആയിട്ട് ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ ഇത് കാണാനും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഗസ്റ്റെല്ലാം വരുന്ന ടൈമിൽ നമ്മളൊരു വലിയൊരു ട്രേ എടുത്തിട്ട് ഇതിങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്യേണ്ടത്. അന്നേരം നല്ലൊരു പാങ്ങാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയ ടൈമിൽ തന്നെ വേറൊരു പുഡിങ്ങും കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ഒരു പുഡിങ്ങും, ഇതെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ലാസ്റ്റ് ടൈം ഇത് കട്ടാക്കുന്നതും കാര്യങ്ങളെല്ലാം എടുക്കാൻ എനിക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു പുഡിങ്ങും കൂടി ഉണ്ടാക്കിയോണ്ട് തന്നെ എല്ലാം ഒരുമിച്ച് കട്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചതായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ഇത് കഴിക്കുമ്പം വീഡിയോസ് എല്ലാം എടുക്കാനെല്ലാം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് എപ്പം പുഡിങ്ങെല്ലാം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ടൈം ആ ഒരു കട്ടിങ് ഭാഗങ്ങൾ അധികം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോലാണ്. ഒന്നാമത് നമ്മൾ എടുക്കാൻ മറന്നു പോകും കേട്ടോ. പിന്നെ കഴിക്കുന്ന ആ ഒരു ടൈമിൽ പുഡിങ് അല്ലേ, അത്രയും ടേസ്റ്റാണ് കേട്ടോ പുഡിങ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിനെല്ലാം കണ്ട ആ ഒരു സ്ക്വയറെല്ലാം നല്ല പോലെ കാണാനുണ്ട് കേട്ടോ. കാണാൻ നല്ല ലുക്കാണ് കേട്ടോ ഇത്. ആ ഒരു ജെല്ലി ടൈപ്പും ആ ഒരു ഇതെല്ലാം വന്നിട്ട് ഇടയ്ക്കിടെയായിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ പിന്നെ ഇതിൽ കുറച്ചും കൂടി ഡെക്കറേഷനെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇത് അല്ലാതെ തന്നെ കാണാൻ നല്ല അടിപൊളിയാണ്.